ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 20 തിങ്കളാഴ്ച ദിനത്തിലെ 10 ചിത്രങ്ങളുടെ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇതിനിടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. ഫെമിനിസ്റ്റ് ഫാത്തിമ, പെറ്റ് ഡിറ്റക്റ്റീവ്, ബാൾട്ടി, ഡീസൽ, ഡ്യൂഡ്, കാന്താര, ലോക, പാതിരാത്രി, ബൈസൺ, രാവണപ്രഭു. നമുക്ക് പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. സിനിമ ഇന്ന് 621ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 60,600 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 43% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 1 കോടിക്ക് അടുത്തുള്ള എമൗണ്ടാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 99,97,000 രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്നും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിനങ്ങൾ കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 3,70,00,000 രൂപയ്ക്ക് മുകളിലാണ്. ഇന്നലെ സിനിമയ്ക്ക് വന്നത് 1,31,00,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെ. അതായത് 1.5 കോടിക്ക് മുകളിലാണ് ഇന്നലെ വന്നത്. ഇന്ന് ഫൈനലായി പ്രതീക്ഷിക്കുന്നതും ഏകദേശം അതേ രീതിയിൽ തന്നെയാണ്. അതായത് ഇന്നത്തോടെ സിനിമ 5,20,00,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാവുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏറെക്കുറെ സിനിമ 7.5-8 കോടിയിലേക്ക് ഇന്നത്തോടെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും മലയാളത്തിലെ ഈ ഒരു സിനിമ ഷറഫുദ്ദീൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമായി മാറുകയാണ്. ഷറഫുദ്ദീൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ഈ സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും സിനിമയുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ കളക്ഷനും എല്ലാം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒക്യുപ്പൻസി സ്റ്റഡിയായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് സിനിമയ്ക്ക് കാണുന്നത്. ബാൾട്ടി അതാ അങ്ങനെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇന്ന് 25-ാം ദിനമാണ്. സിനിമയ്ക്ക് 66ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 2,62,000 രൂപയാണ് ഇതുവരെയുള്ള കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് ഇന്നും സിനിമയ്ക്ക് 5 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്നലെ 3,86,000 രൂപയായിരുന്നു കളക്ഷനായി വന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 7,68,00,000 രൂപ നേടിയ ചിത്രം 9 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 13 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ബാൾട്ടി അങ്ങനെ ഒരു മിന്നുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുക തന്നെയാണ്. ഏകദേശം 4,90,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തു വരുന്നത്. 10,000 മുകളിലുള്ള ഷോകളും സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ തന്നെ കടന്നിരിക്കുന്നു. എന്തായാലും ബാൾട്ടി അങ്ങനെ ഒരു വലിയ രീതിയിലേക്കുള്ള കുതിപ്പിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ സിനിമ തീരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ഈ ആഴ്ച വീണ്ടും കുതിക്കുന്ന കണ്ടു. ഇടയ്ക്ക് ഒരു ഡിപ്പുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഡീസൽ എന്ന തമിഴ് ചിത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഡീസൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് 4-ാം ദിനമാണ്. 45 ഷോകളാണ് കേരളത്തിൽ ഇതുവരെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 441 ഷോകളോടെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 55,000 രൂപയോളം മാത്രമാണ് ഇന്നത്തെ കളക്ഷനായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് കളക്ഷൻ കുറവാണ്. ഇപ്പോൾ ലഭ്യമായി പെട്ടെന്ന് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടെ പറയാം. അതിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് 63,000 മുകളിലേക്കുള്ള എമൗണ്ടുകളാണ് വന്നിരിക്കുന്നത്. ത്തിൽ നിന്ന് 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാത്രമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിനിമ 3 സിനിമകളിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത്. ഇനി ഡ്യൂഡിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നോക്കാം. ഡ്യൂഡ് ഇവിടെ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ തരംഗമാവുകയാണ് ഡ്യൂഡ്. ഇതിനോടകം തന്നെ ട്രാക്കിങ്ങിലൂടെ 2 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞ സിനിമയ്ക്ക് ഇന്ന് ഇതുവരെ നമുക്ക് ട്രാക്ക് ചെയ്തിരിക്കുന്നത് 546ഓളം ഷോകളാണ്. 28,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. ഇന്നും സിനിമയ്ക്ക് ഒക്യുപ്പൻസി 21%. ഇന്നലെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. 27% മുകളിലുള്ള ഒക്യുപ്പൻസിയിൽ 61,67,000 രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് 44 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നും സിനിമ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്കിങ്ങിലൂടെ തന്നെ നേടും. അതായത് 75 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്നും സിനിമയ്ക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്നലെയും സിനിമയ്ക്ക് 75 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞിരുന്നു. ഡ്യൂഡിൻ്റെ ആദ്യ 3 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒഫീഷ്യലായി വന്നിരിക്കുന്നത് 66 കോടിയാണ്. ഇന്നത്തോടു കൂടി സിനിമ ഏകദേശം 85 അല്ലെങ്കിൽ 90 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള, അതായത് നാളെ കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് കയറുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. മമിത ബൈജുവിൻ്റെ നായിക പ്രാധാന്യം ഈ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുകയാണ്. നമുക്ക് നേരെ കാന്താരയുടെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. കാന്താര മിന്നുന്ന പ്രകടനമായി കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 19-ാം ദിനമാണ്. ഇന്നും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. 838 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 67,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 30% ഇന്നും കേരളത്തിലെ ഒക്യുപ്പൻസി. ഇന്ന് 1,05,00,000 രൂപ കടന്നിരിക്കുന്നു ഇതുവരെയുള്ള കളക്ഷൻ. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു 1,15 തൊട്ട് 1,20,00,000 രൂപ വരെ എത്താനുള്ള ചാൻസുകളായിട്ട്. ഇന്നലെ 1,82,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രം നേടിയിരുന്നത്. അതായത് 18-ാം ദിനം സിനിമ 2 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 55 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 800 കോടിക്ക് വേണ്ടിയുള്ള ആ ഒരു മുന്നോട്ട് ഉള്ള പോക്കാണ്
അവസാനമായി വന്ന ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 717 കോടിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ വന്നത്. ഇന്നത്തെ ദിവസത്തോടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സിനിമ 800 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളത്. എന്തായാലും കാന്താര കേരള ബോക്സ് ഓഫീസിൽ എന്ന് മാത്രമല്ല ഇറങ്ങിയ ഒട്ടുമിക്ക ബോക്സ് ഓഫീസുകളിലും 50 കോടിക്ക് മുകളിലാണ്. കർണാടകത്തിലും ഹിന്ദി ബോക്സ് ഓഫീസിലും സിനിമ 200 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. ഓവർസീസിൽ കൂടി അതേ രീതിയിലുള്ള ഒരു കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ സിനിമ ഇതിനോടകം 1000 കോടിയിലേക്കും എത്തിയേനേയും എന്നുള്ളതാണ് ഉറപ്പാക്കാൻ വരുന്ന കാര്യവും. എന്തായാലും കാന്താര മലയാള സിനിമയിൽ പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ 100 കോടി നേടുന്ന ചിത്രമാകാനുള്ള ചാൻസുകളും ഏറെയാണ്. കാരണം 20ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും 1 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. ഫെമിനിസ്റ്റ് ഫാത്തിമ അങ്ങനെ 11ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഷോ കൗണ്ടുകൾ കൂടുന്നതായി കാണുന്നു. 11ഓളം ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 131ഓളം ടിക്കറ്റുകൾ മാത്രം വിറ്റുപോയതായി കാണുന്നു. 24 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ 24,000 രൂപയാണ്, 24 ലക്ഷമല്ല. ചിലപ്പോൾ കണക്കുകൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു, അതൊന്ന് ക്ഷമിക്കണം. 24,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത് 22 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ. അതായത് സിനിമ ഏകദേശം 40 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും ഒരു കുഞ്ഞൻ സിനിമയുടെ വലിയ വിജയമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. ഈ ഒരു സിനിമയ്ക്ക് ഇത്രത്തോളം കളക്ഷൻ വരുമെന്നോ ഇത്രയും ദിവസങ്ങൾ ഓടുമെന്നോ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഫൈസൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം, അതായത് ഇത്ര വലിയ സിനിമകൾക്കിടയിൽ ഇങ്ങനെ ഓടുമ്പോൾ അതൊരു മികച്ച രീതിയിൽ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസുകളൊന്ന് പറയാമെന്നാണ്. ഇനി ബൈസൺ കാലമാടൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. തമിഴ് ചിത്രങ്ങളിൽ സെക്കൻഡ് പൊസിഷനാണ് കേരളത്തിൽ ഈ ഒരു സിനിമയ്ക്കുള്ളത്. ഇന്ന് 190ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 8,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത്. അതും 13 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്നലെ 14,20,000 രൂപ വന്ന സിനിമയ്ക്ക് അതേ രീതിയിൽ തന്നെയാണ് ഇന്നും കളക്ഷൻ മുന്നോട്ട് പോകുന്നത്. 45 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് ഏകദേശം 65 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ലോകയുടേത് 54ാം ദിനമാണ്. 93 ഷോകളാണ് അല്ലെങ്കിൽ ഷോസാണ് ഇവിടെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെട്ടതായി കാണാൻ കഴിയുന്നത്. 4,300ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്നും 25% ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 7,60,000 രൂപ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലായി നമ്മൾ 8.5 ലക്ഷം രൂപയോളം പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ 10 ലക്ഷം രൂപയിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സർവ്വകാല റെക്കോർഡുകളും തൂക്കിയ സിനിമ 111 കോടി 4 ലക്ഷം രൂപയിലേക്ക് ട്രാക്കിങ്ങിലൂടെ മാത്രം എത്തിയിരിക്കുകയാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 123.5 കോടി കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയും, വേൾഡ് വൈഡായിട്ട് സിനിമ 303 കോടി കഴിഞ്ഞു അല്ലെങ്കിൽ ടച്ച് ചെയ്തു എന്നുള്ള സന്തോഷകരമായ വാർത്തയുമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് 23-ാം തീയതിയാണ് OTT എന്നുള്ള ഒരു കാര്യങ്ങൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നില്ല. നേരത്തെ ലഭ്യമായ അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും കണ്ടിരുന്ന പോസ്റ്ററുകളിൽ തന്നെ 23 ആയിരുന്നു. ഒരുപക്ഷെ ഈ സിനിമ വീണ്ടും അങ്ങോട്ട് നീളാനുള്ള ചാൻസുകൾ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. എന്തായാലും ഇവിടെ OTTയിൽ വന്നാലും ഇതേ രീതിയിൽ തന്നെ ഷോകൾ തിയേറ്ററുകളിലുണ്ടാവും, ഇതേ രീതിയിലുള്ള കളക്ഷനും ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായ ഈ ഒരു ചിത്രം ഇന്നും 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്കിങ്ങിലൂടെ വരുമ്പോൾ ഏകദേശം 15-16 ലക്ഷം രൂപ തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. സാധാരണ സിനിമകൾക്ക് ഒരു 20 ദിവസം കഴിയുമ്പോൾ കിട്ടുന്ന കണക്കാണ് ഈ ഒരു സിനിമയ്ക്ക് 54ാം ദിനത്തിലും ലഭിക്കുന്നത് എന്നോർക്കുക. വരുന്ന ദിവസങ്ങളിൽ ഇനിയും അവധികൾ കൂടുന്നതനുസരിച്ച് അന്യഭാഷകളിലും വലിയ രീതിയിൽ ഈ സിനിമയ്ക്ക് തിരക്കുണ്ടാകുമെന്ന് ഉറപ്പാക്കാം. എന്തായാലും രാവണപ്രഭുവിൻ്റെ കഥയിലേക്ക് നമുക്ക് വരാം. റിലീസ് ചിത്രങ്ങളിലെ രാജാവായ മോഹൻലാൽ ഇപ്പോൾ ഇതാ ഈ ഒരു 11ാം ദിനത്തിലും റെക്കോർഡിട്ട് മുന്നോട്ട് പോവുകയാണ്. 42ഓളം ഷോകളാണ് ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,300-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,11,000 രൂപയോളമാണ് ഇന്നും ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 കോടി കഴിഞ്ഞിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 4.25 കോടിയിലേക്കും എത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത. ഒരു റിലീസ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് എന്ന് തന്നെ പറയാം. മോഹൻലാൽ ഫാൻസ് അക്ഷരാർത്ഥത്തിൽ അടിച്ച് തിമിർക്കുകയാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു തിങ്കളാഴ്ചയും അതിൻ്റെ തെളിവ് അത് തന്നെയായിരുന്നു. ആദ്യ ദിനങ്ങളിലെ 6 മാദം കുറഞ്ഞു എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പാതിരാത്രി എന്നുള്ള ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. 4ാം ദിനത്തിൽ ഓടുന്ന ഈ ഒരു ചിത്രം മികച്ച രീതിയിലാണ് ഇതിൻ്റെയും പെർഫോമൻസ്. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ 386 ഷോകളിൽ നിന്ന്
15,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് ഒക്യുപ്പൻസി 16%. ഇന്ന് 25 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്നലെ 41 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇതുവരെ ട്രാക്കിങ്ങിലൂടെ മാത്രം 1,19 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നേടിയ സിനിമ 1,50 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നത്തോടെ നേടുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷകരമായ കാര്യം. എന്തായാലും ഈ ഒരു സിനിമയും ഒരു നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ്. രതീനയുടെ ഈ ഒരു സിനിമ പ്രശംസ അല്ലെങ്കിൽ അർഹിക്കുന്നു, ഏറ്റുവാങ്ങുന്നു എന്ന് തന്നെ പറയാം. നവ്യ നായരും സൗബിനും സണ്ണി വെയിനുമൊക്കെ തിമിർത്താടിയ ഈ ഒരു ചിത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.